എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് പെട്ടെന്നൊരു ബിരിയാണി എങ്ങനെ റെഡിയാക്കാം നോക്കാം കേട്ടോ. ദമ്മിടാനൊന്നും ടൈം ഉണ്ടാവില്ല, പെട്ടെന്നുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കും. പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥകളായ സ്ത്രീകളൊക്കെ പെട്ടെന്നൊരു കുട്ടിക്ക് രാവിലെ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലോ അങ്ങ് കൊടുത്തു വിടാനോ എന്തിനായാലും നമുക്കൊരു പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ലഞ്ച് കോമ്പോൻ്റെ 3-4 വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അതൊന്നിലൊന്ന് പോയി നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. പുതിയ ചാനലാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു 20 മിനിറ്റിനുള്ളിൽ എങ്ങനെ ഒരു ബിരിയാണി തയ്യാറാക്കാമെന്നല്ലേ നമ്മൾക്ക് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ജീര റൈസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഒന്ന് അരിച്ച് വെക്കാം കേട്ടോ. പിന്നെ ചിക്കൻ എടുത്തിട്ട് മഞ്ഞൾ, മുളക്, മല്ലി, പിന്നെ ഉപ്പ്, ഗരം മസാലപ്പൊടി കുറച്ച് ഇട്ടിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് ഇല്ല ടൈമില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആയാലും മതി. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തത് പിന്നെ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു കുക്കർ എടുക്കാം. ഈ കുക്കറിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അധികം എടുക്കണ്ട, കുറച്ച് ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു തേജ്പത്ത, എന്താ പറയുക, ഒരു ഇതില്ലേ നമ്മുടെ പട്ട ഇല, പിന്നെ അതിട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണയും നെയ്യും ഇടണം കേട്ടോ. അതിൽ കുറച്ച് ഉള്ളി, ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റുക. നല്ലോണം ഒന്ന് ഉള്ളിൻ്റെ ഇതൊക്കെ മാറി ഒന്ന് സോഫ്റ്റ് ആകത്തില്ലേ, അപ്പം നമുക്ക് തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൽ കുറച്ച് പെരിഞ്ജീരകവും കൂടി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒരു 2 തക്കാളിയും കൂടി എടുത്തിട്ട് ഒന്ന് വഴറ്റുക കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് ചിക്കനും കൂടി ഒന്ന് വഴറ്റുക. ചിക്കൻ ഒരു വെള്ള കളറാവത്തില്ലേ ചിക്കൻ വഴറ്റുമ്പോൾ. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഒരു 1/2 ഗ്ലാസ് കുറച്ച് വെള്ളം, അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ. അധികം വെള്ളം ഒഴിക്കാണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ ഒരു വിസിലടിക്കുക കേട്ടോ. അതങ്ങോട്ടേക്ക് അത് റെഡി ആയിക്കോളും. അതിന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു പാത്രം എടുക്കുക. നമ്മൾ ഈ കുറച്ച് അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് നല്ലോണം, ഞാൻ കുക്കറിലല്ല അരി വേവിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഇതേപോലെ തന്നെ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അതുപോലെ എടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും അതിൽ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അരിച്ച് വെച്ച അരിയില്ലേ, അതും കൂടി ഒന്ന് നല്ലോണം ഒരു മണം വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുക കേട്ടോ. അത് ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മൾ അടുപ്പത്ത് കുറച്ചൊരു ചൂടുവെള്ളം നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ. അത് ചൂടുവെള്ളം റെഡിയാക്കി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ചൂടുവെള്ളത്തിലാകുമ്പോൾ ഇത് നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പച്ചവെള്ളമാകുമ്പോൾ ഒന്ന് ഒരു മരവിച്ച പോലെയായി പോകും അരി, അതുകൊണ്ടാണ്. അപ്പം ഇതിൽ ഇനി വെള്ളം ഒഴിക്കാം. ഞാൻ 1 ഗ്ലാസ് അരിക്ക് ഒരു 2-2.5 ഗ്ലാസ് എന്നൊക്കെയാണ് പറയുക, പക്ഷേ ഞാൻ 1.5 ഗ്ലാസ്സൊക്കെ ഒഴിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഒഴിച്ച് നമ്മൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് സിമ്മിലിട്ടിട്ട് വേവിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അരി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള പ്രൊസീജിയർ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും, പെട്ടെന്ന് പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിലുള്ള നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളം കുറച്ചധികം ആണെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്താളാം കേട്ടോ. ഇനി നമുക്ക് ദമ്മില്ല, കുറച്ച് സിമ്മിൽ ഞാൻ ഇട്ട് വെക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ട് അതിൽ നമ്മൾ മസാല മൊത്തം അങ്ങോട്ട് ഇടും. എന്നിട്ട് അരി അതിലേക്ക് മേലേക്ക് ഇടും. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ നമ്മുടെ മല്ലിയിലയും പുതിനയും ഒക്കെ നമ്മൾ ഒന്ന് മേലെ ഇടും. കുറച്ച് ലെമൺ ജ്യൂസും കൂടി നമ്മൾ ആ കുരു കളഞ്ഞിട്ട് അതും കൂടി ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് ടൈമില്ലെങ്കിൽ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. ഒന്ന് സിമ്മിൽ അടച്ച് വേവിക്കുക. നല്ല അടിപൊളി ബിരിയാണി റെഡി ആട്ടോ. ബിരിയാണി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. കണ്ടോ, ഗാർണിഷ് ചെയ്ത് അടിപൊളിയല്ലേ കാണാൻ. ഇനിയിപ്പം നമുക്ക് നോക്കാം, ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. സിമ്മിൽ വെച്ചിട്ടുണ്ടേ അത് കണ്ടോ, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് സിമ്മിൽ വെച്ചിട്ടുണ്ട്. നോക്ക്, റെഡിയായി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.